ധനസ്ഥിതി താരതമ്യത്തിലെ നീതി ആയോഗ് റാങ്കിങ്ങിൽ കേരളം പിന്നിലായി എന്നുള്ള മറ്റൊരു വാർത്ത കൂടി വരികയാണ്. 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനമാകട്ടെ 15. ഗുണപരമല്ലാത്ത ചെലവുകൾക്കൊപ്പം സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യതയുമുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രജിത് മോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രശ്മി, കൂടുതൽ വിവരങ്ങൾ. ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് പുറത്തിറക്കിയ ഈ 2025 ധനാരോഗ്യ സൂചിക റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലാണ് കേരളം ഏറെ പിന്നിലാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ധനസ്ഥിതി താരതമ്യപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായത്. ഇതിൽ 2014-15 മുതലുള്ള 16ാം റാങ്കിൽ നിന്നും ഒരു സ്ഥാനം മുന്നിലായി എന്നുള്ളതാണ് ഏക ഉള്ള ഒരു ആശ്വാസമായിട്ടുള്ളത്. സംസ്ഥാനത്തെ പട്ടികപ്പെടുത്തുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളം. അതോടൊപ്പം തന്നെ കേരളത്തിനൊപ്പമുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഹരിയാന, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവയാണ്. ഇതിൽ ചെലവിന്റെ ഗുണനിലവാരം, വരുമാനത്തിന്റെ സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിന്റെ സൂചിക, കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ 5 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ ലഭിച്ചിരിക്കുന്നത്. വരുമാനത്തിൽ നേട്ടമുണ്ടായെങ്കിലും സ്ഥിരം ചിലവുകൾ കൂടുതലാണ് എന്നുള്ളതാണ് വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്ന ഒരു കാര്യം. അതും ചെലവിന്റെ 63.9% ശമ്പളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്. അതോടൊപ്പം തന്നെ പെൻഷനും ശമ്പളവും ചേർത്താണ് 63.9% എന്നുള്ളത്. അതോടൊപ്പം തന്നെ 8.8% മാത്രമാണ് ആകെയുള്ള വികസന ചെലവ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കുടുംബക്ഷേമത്തിനും ഒക്കെ ചെലവിടുന്നതിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ പിന്നിലാണ് കേരളം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ സംസ്ഥാനത്ത് അധികമായി ഈ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നു. എന്നാൽ ഏറ്റവും ആവശ്യകരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട വികസന പ്രവർത്തനങ്ങൾക്കോ പണം ചിലവഴിക്കാത്ത ഒരു സാഹചര്യം. സംസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഈ നിലയിലുള്ള മുന്നോട്ട് പോക്ക് വലിയ രീതിയിലുള്ള അപകടം തന്നെ വിളിച്ചു വരുത്തുമെന്നുള്ളൊരു കാര്യം സാമ്പത്തിക വിദഗ്ധരടക്കം പല ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അനു. ശരി രശ്മി, എന്തായാലും ധനസ്ഥിതി താരതമ്യത്തിലെ നീതി ആയോഗ് റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിലാണ് എന്നതാണ് വാസ്തവം. 18 പ്രധാന സംസ്ഥാനങ്ങളുടെ റാങ്കിംഗ് പട്ടിക എടുത്താൽ കേരളത്തിൻ്റെ സ്ഥാനമാകട്ടെ 15 മാത്രമാണ്. ഗുണപരമല്ലാത്ത ചെലവുകളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യത കൂടിയുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളത് എന്നതും ആശങ്ക ജനിപ്പിക്കുന്നു.